1 ലക്ഷം കോടി രൂപയുടെ വികസനം കിഫ്ബിയിലൂടെ ധനലഭ്യത ഉറപ്പാക്കി കേരള സർക്കാർ. കിഫ്ബി. ആരോഗ്യമേഖലയുടെ കരുത്തായി കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രി വളരുന്നു. കിഫ്ബിയിലൂടെ 352 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഘട്ടം ഘട്ടമായി മെഡിക്കൽ കോളേജിൽ പൂർത്തിയാകുന്നത്. നിർമ്മാണ പ്രവൃത്തികളെല്ലാം പൂർത്തിയാക്കി അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ കൂടി വരുന്നതോടെ കോന്നി മെഡിക്കൽ കോളേജ് ആരോഗ്യമേഖലയിലെ നാഴികക്കല്ലാകും. മലയോര മേഖലയുടെ മടിത്തട്ടിൽ തല ഉയർത്തി നിൽക്കുകയാണ് കോന്നി മെഡിക്കൽ കോളേജ്. അത്യാധുനിക സൗകര്യങ്ങളോടെ മികച്ച ചികിത്സ സൗജന്യമായി ഇവിടെ നിന്ന് ലഭിക്കും എന്നുള്ള ആശ്വാസത്തിലാണ് ഇവിടെയുള്ള നാട്ടുകാർ. സമീപവാസികൾക്കും വിവിധ സേവനങ്ങൾക്കായി കോന്നി മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കാം. കിഫ്ബിയിൽ നിന്ന് 352 കോടി രൂപ അനുവദിച്ചാണ് മെഡിക്കൽ കോളേജിലെ വിവിധ കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവൃത്തികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നത്. മലയോര മേഖലയുടെ ആരോഗ്യ സ്തംഭം, സൗജന്യ ചികിത്സ, ഈ സ്വപ്നം മലയോര മണ്ണിൽ സാക്ഷാത്കരിക്കപ്പെട്ടു. സാധാരണക്കാർക്കെല്ലാം ആശ്വാസമാവുകയാണ് കോന്നി മെഡിക്കൽ കോളേജ്. കിഫ്ബി തുറന്നു നൽകിയ സാമ്പത്തിക സഹായം പത്തനംതിട്ട ജില്ലയുടെയും കോന്നിയുടെയും മുഖച്ഛായ ആകെ മാറ്റി. കിഫ്ബി വന്നതോടുകൂടി പ്രത്യേകിച്ചും കോന്നി നിയോജകമണ്ഡലത്തിലെ കോന്നി മെഡിക്കൽ കോളേജ് ഏറ്റവും നന്നായ രീതിയിൽ അതിൻ്റെ ബിൽഡിംഗ് കൺസ്ട്രക്ഷനും അതോടനുബന്ധിച്ചുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്താൻ ഈ കിഫ്ബി ഫണ്ട് ഉപയോഗിക്കാൻ സാധ്യമായിട്ടുണ്ട്. ഈ കാണുന്ന കെട്ടിടങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കിയത് കിഫ്ബിയാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജാക്കി കോന്നിയെ മാറ്റാനുള്ള തീവ്ര ശ്രമത്തിലാണ് ആരോഗ്യവകുപ്പ്. ഏകദേശം 20 കോടിയോളം രൂപ ചെലവിൽ വിദ്യാർത്ഥികൾക്കായുള്ള ഹോസ്റ്റൽ നിർമ്മാണം പൂർത്തിയാക്കി. 200-ലധികം കുട്ടികൾക്ക് താമസ സൗകര്യമുണ്ട്. ഒരു 8 മാസത്തിനകം തന്നെ ഹോസ്റ്റൽ വന്നു. പിന്നെ അക്കാഡമിക് ബ്ലോക്ക് ആയിരുന്നാലും ലെക്ചർ ഹാളുകളായിരുന്നാലും അത്യാവശ്യം ഡെവലപ്മെന്റ്, അതായത് ഇപ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ആയ കോളേജിനോടൊപ്പം എത്തുന്ന രീതിയിൽ അക്കാഡമിക്സിനൊക്കെ വളരെ സാധിച്ചു. ഇപ്പം ഞാൻ സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഞാൻ വന്ന സമയത്തുള്ളതൊന്നുമല്ല ഇപ്പോൾ ഉള്ളത്. ഞങ്ങൾക്ക് മുന്നേ ഉള്ള സീനിയേഴ്സ് ആണെങ്കിൽ പോലും അവർ പറയാറുണ്ട് അവർ വന്നപ്പോഴുള്ള കോളേജല്ല ഇപ്പോൾ ഉള്ളത്. അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം ഉറപ്പാക്കിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റുകൾ വളരെ OP മാത്രമായിരുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ IP തുടങ്ങി, ICU തുടങ്ങി, ഒരു OT പോലുള്ള സൗകര്യങ്ങൾ തുടങ്ങി. ഇവിടെ മലയോര മേഖലയിലുള്ള രോഗികൾക്ക് വളരെ ഉപകാരപ്രദമാവുകയും ചെയ്തിട്ടുണ്ട്. 50 ഏക്കറിലധികം സ്ഥലത്താണ് മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. മലയോര മേഖലയുടെ വിരിമാറിൽ തലയുയർത്തി നിൽക്കുന്ന മെഡിക്കൽ കോളേജ് ആരോഗ്യരംഗത്തെ സ്ഥിര നിക്ഷേപമായി. ആശുപത്രിക്ക് കൂടുതൽ ബ്ലോക്കുകൾ, അക്കാഡമിക് ബ്ലോക്ക്, വിദ്യാർത്ഥികൾക്ക് താമസിക്കാനുള്ള ഹോസ്റ്റൽ, ജീവനക്കാർക്ക് താമസിക്കാനുള്ള ക്വാർട്ടേഴ്സ്, മോർച്ചറി, ഓഡിറ്റോറിയം, ലൈബ്രറി, ഓപ്പറേഷൻ തിയേറ്റർ, ICU, എല്ലാ സംവിധാനങ്ങളും ആശുപത്രി ഉപകരണങ്ങൾ വരെ കിഫ്ബിയുടെ സഹായത്തോടു കൂടിയാണ് വാങ്ങിയിട്ടുള്ളത്. മലയോര നാടിന്, കോന്നി ജനതയ്ക്ക് കിഫ്ബിയോട് എന്തെന്നില്ലാത്ത ഒരു നന്ദിയാണ് അറിയിക്കാൻ വേണ്ടിയുള്ളത്. ശബരിമലയിലും വികസനത്തിന്റെ വഴിതെളിക്കാൻ കിഫ്ബിക്കായി ശബരിമല ഇടത്താവളങ്ങളിലടക്കം നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. നിലയ്ക്കലടക്കമുള്ള സ്ഥലങ്ങളിൽ കെട്ടിട നിർമ്മാണങ്ങൾ അന്തിമഘട്ടത്തിലെത്തി. ഒരു നാടിന്റെ സ്വപ്നം ഏറ്റവും ഭംഗിയായി പൂവണിയുകയാണ്. ആരോഗ്യ മേഖലയുടെ വളർച്ച മാത്രമല്ല, ഒരു നാടിന്റെ വികസനത്തിനു കൂടിയാണ് കിഫ്ബി വഴി തുറന്നത്. കോന്നി മെഡിക്കൽ കോളേജിൽ നിന്ന് സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.